ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവൻ ഫോൺ എടുത്തൊക്കെ വിളിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. അന്നേരം ഇങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചു, പക്ഷെ എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആ ഫോൺ റൂമിലിരുന്ന് റിങ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവർ ഫോൺ പോലും എടുക്കാതെ പോയിരിക്കുന്നതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് നോക്കി, രണ്ട് ഫോണും റിങ് ചെയ്യുമ്പോൾ അത് കണ്ണൻ്റെ മുന്നിലാണ് ആ ഫോൺ രണ്ടും വരുന്നത്, അതായത് പൂജാമുറിയിൽ. അപ്പോൾ കൃഷ്ണ, എൻ്റെ വലിയേട്ടൻ്റെയും ദേവേച്ചിയുടെയും മനസ്സിൽ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ തോന്നരുതേ എന്ന് പറഞ്ഞ് അഞ്ജു കൃഷ്ണൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഞങ്ങളെ അനാഥരാക്കരുതേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് വിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജു ഇങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ശിവൻ അവിടെ തളർന്നിരിക്കുക കേട്ടോ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത്. ഈ സമയത്ത് നമ്മുടെ അഞ്ജു വേഗം ഈ ഫോണും എടുത്ത് പ്രാർത്ഥനയും കഴിഞ്ഞ് ശിവൻ്റെ അടുത്തേക്ക് ചെന്നു. ഫോണൊക്കെ പൂജാമുറിയിൽ വെച്ചിട്ടാണ് പോയേക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ആരും വിളിക്കരുതെന്നും കണ്ടെത്തരുതെന്നും തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയല്ലേ പോയിരിക്കുന്നതെന്നൊക്കെ ശിവൻ പറഞ്ഞു. അപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി തൊഴുതിട്ടാണ് പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അഞ്ജു പറഞ്ഞു കൊടുത്തപ്പോൾ അവർ വെളുപ്പിനായിരിക്കും പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു ശിവൻ. അപ്പോൾ ഹരിയേട്ടനെയും കണ്ണനെയും വിവരം അറിയിക്കേണ്ടതെന്ന് ചോദിച്ചു അഞ്ജു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, അവരെ അറിയിക്കാതെയും പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വിവരം അറിയിക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ അപ്പു അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ വെപ്രാളവും ടെൻഷനും കണ്ട് അപ്പു ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ രണ്ടുപേർക്കും പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു കത്ത്, ആ കത്ത് അങ്ങനെ നമ്മുടെ ശിവൻ ഇങ്ങനെ അപ്പുവിൻ്റെ നേരെ വെച്ച് നീട്ടി കഴിഞ്ഞപ്പോഴേക്കും എന്താ 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 ശിവ ഇതെന്ന് ചോദിച്ചു. ഇത് അപ്പു എടുത്ത് വായിച്ച് നോക്കാൻ പറഞ്ഞു നേരത്തേക്ക് ശിവൻ. പെട്ടെന്ന് നമ്മുടെ അപ്പു ഇത് വായിച്ച് നോക്കുക. ഇത് വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പു ആകെ തകർന്നു പോയിട്ടോ. അപ്പു ഇങ്ങനെ ആകെ തളർന്നിങ്ങനെ വല്ലാതായി ഇങ്ങനെ നിൽക്കുക കരഞ്ഞുകൊണ്ട്. അങ്ങനെ അപ്പു കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഹരി വന്നു. എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അപ്പു ആ പേപ്പർ എടുത്ത് ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഹരി അത് വായിച്ചപ്പോഴേക്കും ഹരി അതുപോലെ തന്നെ തകർന്നു പോയി. നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കത്ത് കിട്ടിയതെന്ന് ഹരി ചോദിക്കുക. അപ്പോൾ വലിയേടത്തിയുടെയും ബെഡ്റൂമിലെ ടേബിളിൽ നിന്നാണ് കിട്ടിയതെന്ന് പറയുമ്പോഴേക്കും ഇവരാകെ അമ്പരപ്പോട് കൂടി നോക്കുവാണ്. കാലത്തെ ന്യൂസ് പേപ്പർ മുറ്റത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ വലിയടുത്ത് എന്താ അത് എടുക്കാത്തതെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ പോയി നോക്കിയതെന്ന് പറഞ്ഞു. നിങ്ങൾ വേഗം നിന്ന് ഫോൺ എടുത്ത് അവരൊന്ന് വിളിച്ചു നോക്കിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു ഹരി. അപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കി, പക്ഷേ ഫോണിൻ്റെ ബെല്ലടി കേട്ടത് ഇവിടെ പൂജാമുറിയിൽ നിന്നാണെന്നും ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരുടെയും ഫോണുകൾ പൂജാമുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അഞ്ജു ഇങ്ങനെ പറയുന്നു. അപ്പോൾ സന്തോഷമായില്ലേ അപ്പു നിനക്ക് എന്ന് ചോദിച്ചു ഹരി അപ്പുവിനോട് ശരിക്കും എതിർത്ത് സംസാരിച്ചു. എവിടേക്കാണ് പോയതെന്ന് പോലും അറിയാതിരിക്കാൻ ഫോണുകൾ പോലും ഇവിടെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ ആ മനസ്സുകൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ചോദിക്കുകയാണ് ഹരി അപ്പുവിനോട്. അപ്പോൾ അന്നേരം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ദേവൂട്ടിയെ ഏട്ടത്തിയുടെയും ഏട്ടൻ്റെയും റൂമിൽ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോന്നപ്പോഴേ നിന്നോട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഹരി. ഇപ്പം തൃപ്തിയായോ നിനക്കെന്ന് ചോദിച്ചപ്പോൾ ഹരി, നീ എന്നെ മാത്രം ഇവിടെ പഴി ചാരേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നും നിങ്ങളുടെ പുന്നാരനിയൻ കണ്ണൻ കാരണമാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതെന്നുള്ള കാര്യം അപ്പു അന്നേരത്തേക്കും പറഞ്ഞു. അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക് എന്നൊക്കെ ചോദിച്ച് കണ്ണീരോട് അപ്പു ഹരിയോട് ചോദിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത്. കണ്ണൻ വന്നപ്പം ഞാനിവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ കൊച്ചേട്ടത്തി പറയുന്നതെന്ന് ചോദിച്ചാൽ വന്നത്. നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നോ അറിയണോ നിനക്ക്? ഇത് നീ വായിച്ച് നോക്കാൻ പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കണ്ണൻ അത് വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണനും ആകെ തകർന്നു പോയിട്ടോ. കണ്ണൻ ഇങ്ങനെ ആകെ വല്ലാതിരിക്കുക. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിലേക്ക് നീ ആ പാതിരാത്തി വന്നു കയറിയതോട് കൂടിയാ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോന്ന് തുടങ്ങിയതെന്ന് അപ്പോൾ കണ്ണൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. നിനക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കുടുംബം നാലാക്കി വെട്ടിമുറിക്കാൻ നീ നോക്കിയില്ലേ എന്ന് ചോദിച്ചു അപ്പു. പക്ഷേ ആ വെട്ടുകൊണ്ട് മുറിഞ്ഞത് ഈ കുടുംബത്തിൽ ഓരോരുത്തരുടെയും ഹൃദയവാടാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അപ്പു പറയുകയും ചെയ്തു. ഞാനല്ലാതായി പോയത് അതുകൊണ്ടാടാ എന്നൊക്കെ പറഞ്ഞ അപ്പു ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ എന്നുള്ള പേടി കൊണ്ടാടാന്നും പറഞ്ഞുകൊണ്ട് അപ്പു ഇങ്ങനെ അപ്പുവിൻ്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവരുടെയും കേൾക്കാൻ പറയണം. ഇപ്പോൾ നീ കാരണം സംഭവിച്ചതിൻ്റെയൊക്കെ പഴി കൂടി ഞാൻ ചുമക്കേണ്ട അവസ്ഥയല്ലേടാ എന്നൊക്കെ ചോദിച്ചു. കണ്ണന് മറുപടിയില്ല, ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക. ഇതിപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താനും തർക്കിക്കാനും ഒന്നുള്ള സമയമല്ലെന്നുള്ള കാര്യം ശിവൻ ഇങ്ങനെ പറയുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് വലിയേടത്തിയും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു ശിവൻ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞിട്ട് അവരങ്ങനെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പല രീതിയിലും പല വഴിയിലും അന്വേഷണം അങ്ങ് തുടങ്ങി. അപ്പോൾ ശത്രുവായിട്ട് സംസാരിക്കുകയാണ് ശിവൻ. അപ്പോൾ ശത്രു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ശിവനോട്. അങ്ങനെ നെട്ടോട്ടോ ഇവർ ഭയങ്കര ഓട്ടമാണ് ഏട്ടനെയും കണ്ടുപിടിക്കാൻ. ഹരിക്ക് പറ്റുന്ന രീതിയിൽ ഹരി, അതുപോലെ തന്നെ ശിവന് പറ്റുന്ന രീതിയിൽ ശിവൻ. ഇതിനൊന്നും ബാധകമല്ല അല്ലാതെ കരഞ്ഞുകൊണ്ട് കണ്ണനകത്തിരിപ്പുണ്ട്. പെട്ടെന്ന് ശിവൻ പറഞ്ഞു, ഹരിയേട്ടാ വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുക. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകാൻ അപ്പു പറയുക. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും രണ്ട് വഴിയിൽ അന്വേഷിക്കാമല്ലോ എന്നും. അപ്പോൾ അത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് വണ്ടി എടുത്ത് പോവുകയാണ്.
ശിവേട്ടൻ കാറിലാണ് പോകുന്നതെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വലിയണ്ണയും അതുപോലെ ദേവത്തെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കൈയോടെ കൂട്ടിക്കൊണ്ട് പോകുകയും ചെയ്തുകൊണ്ട് കാറും കൂടി എടുത്തോളാൻ പറഞ്ഞു. അതല്ല, ഇനി ഹരിയാണ് അവരെ കാണുന്നതെങ്കിൽ ശിവനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെ. ഇതൊക്കെ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുക അപ്പുറം ഇപ്പുറം നിന്ന് അപ്പും അഞ്ചും കൂടി. അങ്ങനെ ഇവർ പറഞ്ഞ അനുസരിച്ച് അവർ കാറും ബൈക്കും ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അഞ്ചുവും അപ്പവും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവരൊന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു ഉള്ളൊരു ആ ഒരു ഇതിൽ. അങ്ങനെ ഇവർ വിഷമിച്ച് നിൽക്കുമ്പോൾ അകത്തത് കണ്ണം ഭയങ്കര കരച്ചിലായിട്ടിരിക്കുന്നു. അഞ്ചുവും അപ്പവും കയറി ചെന്നു. നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ ഇങ്ങനൊരു വേഷം കെട്ടി ഈ കുടുംബത്തിലുള്ളവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ച് പരസ്പരം കണ്ടാൽ മുഖം തിരിക്കേണ്ട അവസ്ഥയിൽ എത്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നൂടെ കണ്ണാൻ നിനക്കെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അഞ്ചു ചോദിച്ചു. അപ്പോഴേക്കും തെറ്റുപറ്റിപ്പോയി അഞ്ചു പറഞ്ഞ് കുഞ്ഞാടത്തി എന്നൊക്കെ പറയാം. പഴയ കണ്ണനായി ഞാൻ വന്ന് ഇത്രയും പണം വേണമെന്ന് പറഞ്ഞാൽ ആരും അതിനൊരു വിലയും തരില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് പരുക്കനായിട്ട് എല്ലാവരോടും പെരുമാറിയതെന്ന് കണ്ണൻ പറയാം. പണം കിട്ടിയേ പറ്റുമെന്ന് വാശി പിടിച്ചതെന്നുള്ള കാര്യങ്ങളും കണ്ണൻ ഇങ്ങനെ പറയുന്നു. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, തമ്മിലുള്ള സ്നേഹമെടുപ്പൊക്കെ ഇല്ലാതാകുമെന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ലെന്നുള്ള കാര്യമൊക്കെ കണ്ണൻ ഇങ്ങനെ പറഞ്ഞു. നീ കാരണം ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടും നിനക്ക് സത്യം തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ എന്ന് അപ്പോൾ അന്നേരം കണ്ണനോട് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ കുടുംബത്തിൽ ഇങ്ങനൊരു നഷ്ടം സംഭവിക്കുമായിരുന്നോടാ എന്ന് അപ്പു ചോദിക്കുക. പലതവണ സത്യം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചതാണെന്നും പെട്ടെന്ന് തുറന്നു പറഞ്ഞാൽ എല്ലാവരും എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളൊരു പേടി കൊണ്ടാ കൊച്ചേട്ടത്തി പരുക്കനായിട്ട് തന്നെ ഞാൻ ഈ നിമിഷം വരെ നിന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ദേവിയച്ചിയോടെങ്കിലും നിനക്ക് തുറന്നു പറഞ്ഞുകൂടായിരുന്നോടാന്ന് ചോദിച്ചു. നിന്നെ സ്വന്തം അമ്മയെപ്പോലെ വളർത്തിയ ആ മുഖത്ത് നോക്കി ചങ്കൽ കുത്തുന്നത് പോലെ എന്തൊക്കെയാടാ നീ പറഞ്ഞു കൂട്ടിയതെന്ന് ചോദിച്ചു അഞ്ചു. നിന്നെ ലാളിച്ച് വളർത്തിയതിൻ്റെ പേരിൽ എന്തൊക്കെ പഴി കേട്ടിട്ടുണ്ടടാ ദേവേച്ചി എന്നും ചോദിച്ച് അഞ്ചു വിട്ടു കരയുക. ഒരു കുഞ്ഞിന് പ്രസവിക്കാൻ പോലും ഭാഗ്യമില്ലാതായി പോയെങ്കിലും ആ വേദനയും സങ്കടമെല്ലാം ദേവേടത്തി മറന്നിരുന്നത് നിങ്ങളെ മൂന്നുപേരെയും വളർത്താൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തായിരുന്നു കണ്ണ. പ്രത്യേകിച്ച് ഏറ്റവും ഇളയവനായും നിന്നെ വളർത്തിയല്ലേടാ ആ സ്ത്രീ ജീവിച്ചത്. ആ മനസ്സ് നീ നോവിച്ചതിൻ്റെ ശാപം എന്തൊക്കെ പ്രായശ്ചിത്തം ചെയ്താലും നിന്നെ ഒഴിഞ്ഞു പോകില്ല കണ്ണ എന്ന് അപ്പു പറയുമ്പം ഇങ്ങനെയൊന്നും പറയല്ലേ കൊച്ചെടുത്തി. ഇപ്പം തന്നെ ചെയ്തു പോയ അപരാധങ്ങൾ ഓർത്ത് നെഞ്ചുനീറ് ഞാനിവിടെ ഇരിക്കുകയാണെന്ന് കണ്ണൻ. അങ്ങനെയൊക്കെ ശാഠ്യം പിടിച്ചെങ്കിലും വല്യേണ്ണും വല്യേടത്തിയും ആരോടും ഒരു വാക്കും പറയാതെ ഈ കുടുംബം വിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്നുള്ള കാര്യവും കണ്ണൻ ഇങ്ങനെ നേരം പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കും ഇവർ. അന്നേരം ഇനിയും എന്നെ കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കരുതെന്നും ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ് ഞാനെന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ണൻ അവിടെ നിന്ന് ഇങ്ങനെ പറയണു. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അവർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ദേവൂട്ടി വന്നു. മമ്മി എന്നും പറഞ്ഞു വിളിച്ച്. അമ്മ എവിടെ അമ്മ എവിടെ മമ്മിയെന്നും ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയിരിക്കാൻ മോളൂ എന്ന് പറഞ്ഞു. എന്നെ എന്താ കൊണ്ടുപോകാത്തത് എന്ന് ദേവൂട്ടി അന്നേരം അപ്പുവിനോട് ചോദിച്ചു. മറുപടി ഉണ്ടോ പറയാൻ? ഒരു മറുപടി ഇല്ലല്ലോ. എന്തിനാ എല്ലാവരും ഇവിടെ നിന്ന് കരയണേന്നൊക്കെ കൊച്ചന്നേരം ചോദിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒന്നുമില്ല കേട്ടോ മോളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. നീ അമ്മ അച്ഛനും വരുമ്പോഴേക്കും ചെറിയമ്മ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് മോൾക്ക് നല്ല ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് തരാട്ടോ നഞ്ചു. അപ്പം എന്നെ അമ്മ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചോളൂ എന്ന് കൊച്ച്. അപ്പോൾ മോൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കി നിർത്തണമെന്ന് ചെറിയമ്മയോട് പറഞ്ഞേൽപ്പിച്ചിട്ട് അമ്മ പോയിരിക്കുന്നതെന്ന് കുഞ്ഞിനോട് പറയും അഞ്ചു. ചെറിയമ്മയുടെ ചക്കരക്കുട്ടി വന്നേ വാ എന്ന് പറഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുക അഞ്ചു. ആ സമയത്ത് അപ്പുങ്ങ വാ വിട്ട് കരയുവാണ്. അങ്ങനെ എല്ലാവരും കണ്ണീരിൽ കൈ കഴുകി അങ്ങനെ അവിടെ നിൽക്കുന്നു. ശിവനും അതുപോലെ ഹരിയും നാട് മുഴുവൻ അലയി അവരെ തപ്പി. അങ്ങനെ ചോദിക്കാനും പറയാനും ഇനി നാട്ടിലെ ആൾക്കാരില്ല. അവരെ കണ്ടോ എന്നുള്ളൊരിതിൽ. പക്ഷെ ആരും കണ്ടവരില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ശങ്കരമാമയെ ഫോണിൽ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ശങ്കരമാമയോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശിവൻ അമ്പലത്തിൽ കയറി ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് വന്നവരോട് ഇവരെ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇന്നലെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് കണ്ടിട്ടില്ല. ഇന്നലെ ബാലനും ശ്രീദേവിയും വന്നു. സാന്ത്വനം കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ 1 വർഷത്തേക്കുള്ള അർച്ചനയ്ക്കും വഴിപാടുകൾക്കൊക്കെ പണം അടച്ചിട്ടാണ് പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എവിടേക്കോ തീർത്ഥയാത്രയ്ക്ക് പോവാണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. എവിടേക്കാ ശിവ അവർ യാത്ര പോയതോ എന്നാൽ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ശിവൻ ആകെ ഞെട്ടിപ്പോയിട്ടോ. അപ്പം ഞാൻ വരട്ടെ മേനോൻ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ശിവൻ ഇറങ്ങി ഓടുക. അപ്പോൾ കാണാതായ ശിവനെ അന്വേഷിച്ചിറങ്ങിയ കാണാതായ ബാലനെ അന്വേഷിച്ചിറങ്ങിയ നമ്മുടെ ശിവനാണ് കഥ കേട്ട് ഞെട്ടിപ്പോയത്. അങ്ങനെ ഞെട്ടലോടെ നമ്മുടെ ശിവൻ അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത്
എവിടേക്കോ യാത്ര പോയെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ആ ചേട്ടന്മാർ പരസ്പരം അവിടെ നിന്ന് ഇങ്ങനെ പറയണം. അത് കഴിഞ്ഞിട്ട് ഇവർ നാടായ നാട് മുഴുവൻ വീണ്ടും ഇങ്ങനെ നടക്കുന്നു. ഹരിയോട് വിളിച്ച് ചോദിക്കുന്നു കണ്ടോന്ന്, ഹരി ശിവനോട് വിളിച്ച് ചോദിക്കുന്നു കണ്ടോന്ന്. അങ്ങനെ ഇവരിങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തപ്പി ഇവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നു ലാസ്റ്റ്. അപ്പോൾ എന്തായി ഹരിയേട്ടാന്ന് ശിവൻ ചോദിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിലും പരിസരത്തും പിന്നെ ഏട്ടൻ്റെ 1-2 പരിചയക്കാരെ ഒക്കെ കണ്ടു. ആർക്കും ഒരു വിവരവും ഇല്ലെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് ഹരി. പിന്നെ അവരൊക്കെ ഓരോന്ന് കുത്തിയാണ് ചോദിക്കുന്നത്. അതിനൊന്നും മറുപടി പറയാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല ശിവ എന്ന് പറഞ്ഞ് ഹരി വിഷമിക്കുമ്പോൾ അവരെവിടെ പോവാനാ? അവരെങ്ങും പോവത്തില്ല. ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും വല്യേട്ടനെയും വല്യേട്ടത്തെയും നമ്മൾ കണ്ടെത്തുമെന്ന് ശിവൻ അന്നേരം പറഞ്ഞു. എന്തായാലും നമുക്ക് ശങ്കരമാമയോട് സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞു. ഏതായാലും അതെ, നമ്മളിപ്പോൾ നമ്മളിങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാവരും അറിയില്ലേ ശിവ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് അപ്പൂൻ്റെ ഡാഡിയും മമ്മിയൊക്കെ അറിയുമ്പോൾ മൊത്തം കളിയാക്കത്തില്ലേ നമ്മളെ? പിന്നെ നമുക്കേ ഇവിടെ നിന്ന് ഒരു കാരണവശാലും അമ്മാമ്മയെ കണ്ട് സംസാരിക്കണ്ട, നമുക്ക് ചന്ദ്രത്തേക്ക് പോകാം. അവിടെ ചെന്ന് അമ്മാമ്മയെ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു ഹരി. വേണ്ട, ചന്ദ്രവത്തേക്ക് ചെന്ന് കഴിഞ്ഞാലേ അമ്മായി വിവരം അറിയില്ലേ എന്ന് ചോദിച്ചു ശിവൻ. തൽക്കാലം ഒന്നും അറിയിക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പം അതുപോലെ സേതുവേട്ടൻ്റെ കാര്യങ്ങൾ അറിയിക്കണ്ടേന്ന് ചോദിച്ചു ഹരി. അപ്പോൾ സേതുവേട്ടനോട് നമ്മളിപ്പോൾ എന്ത് പറയുമെന്ന് ശിവനും ചോദിച്ചു. നമ്മൾ കാരണം വല്യേട്ടനും വല്യേടത്തെയും വീട് വിട്ട് പോയെന്ന് അറിഞ്ഞാൽ സേതുവേട്ടൻ അത് സഹിക്കുമെന്ന് ചോദിച്ചു. വേണ്ട, തൽക്കാലം സേതുവേട്ടൻ ഇതൊന്നും നമുക്ക് അറിയിക്കണ്ട, ആദ്യം ശങ്കരമാമയോട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ശിവൻ ശങ്കരമാമയോട് അത്യാവശ്യമായിട്ട് വരാനായിട്ട് പറഞ്ഞു. ശങ്കരമാമ വന്നു. ശങ്കരമാമയായിട്ട് ഇവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. അന്ന് ഊട്ടുപുരയിൽ വന്നപ്പോൾ സ്വത്തുക്കൾ വീതം വയ്ക്കുന്ന കാര്യത്തെപ്പറ്റി എന്നോടൊന്നും സംസാരിക്കണ്ട എന്നും അതിനെക്കുറിച്ചൊക്കെ ബാലൻ വേണ്ടുന്ന തീരുമാനങ്ങൾ എടുത്തോളൂ എന്നും അഞ്ജുവും നീയും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നിനും ഇടപെടാതിരുന്നത് എന്ന് ശങ്കരമാമ ഇവരോട് പറയുക. അത് പിന്നെ അമ്മാമ്മ സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചാൽ അത് ഞാനോ അഞ്ജുവോ അമ്മാമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് സംസാരിക്കുന്നതാണെന്ന് വല്യേട്ടന് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ശിവൻ. ഞാൻ അതിൽ ഇടപെട്ട് സംസാരിക്കാതിരുന്നത് തെറ്റായി പോയിന്നാ എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് ശങ്കരമാമ പറയുക. ആരോടും മറുത്തൊന്നും സംസാരിക്കാനോ എല്ലാവർക്കും അനുകൂലമായ തീരുമാനം എടുക്കാനോ പറ്റാതെ ബാലനും ദേവിയും അവരുടെ സങ്കടങ്ങളും വേദനകളും ചങ്കിലൊളിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് സഹിക്കാനാകാതെ വന്നപ്പോഴായിരിക്കും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യം ശങ്കരമാമ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ കേട്ട് ഇവരാകെ വിഷമിച്ച് നിൽക്കുക. ഞാൻ കണ്ട സമയത്ത് ബാലൻ എന്നോട് അവൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചതാണ്, അവൻ പറഞ്ഞില്ല. പക്ഷേ അവൻ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായെന്നുള്ള കാര്യം അമ്മാമ ഇങ്ങനെ പറഞ്ഞു. കണ്ണനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ സംസാരവും ഏതോ അന്യനോടോ ശത്രുവിനോടോ എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ബാലൻ്റെ മാത്രമല്ല ദേവിയുടെയും ഉള്ളു പിടഞ്ഞതാണ്. ദേവിയുടെയും മനസ്സ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ അപ്പുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുത്തുവാക്കുകളും ദേവിയോടും ബാലനോടും ഉണ്ടായ സമീപനമൊക്കെ ദേവിയെപ്പോലെ തന്നെ ബാലനെയും വേദനിപ്പിച്ച് കാണുമെന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ? അതുമാത്രമല്ല ദേവിമോളെ ദേവിയിൽ നിന്ന് അകറ്റാൻ നോക്കിയത് വല്ലാത്ത ക്രൂരമായി പോയി ഹരി എന്നുള്ള കാര്യം അമ്മാമ്മ ഇങ്ങനെ മുഖത്ത് നോക്കി പറയണം. അത് കേട്ട നിസ്സഹായതയുടെ പടിയിൽ ഇങ്ങനെ വിങ്ങി വിറങ്ങലിച്ച് നമ്മുടെ ഹരി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. നമ്മുടെ കഥ ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും കണ്ണീരിൽ കുതിർന്ന കാഴ്ചകളാണ് നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ കരഞ്ഞും കണ്ണീരോടെയും ഒക്കെ കണ്ടു തീർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാനും നിങ്ങളുടെ ഫോണിലേക്ക് അത് നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ എത്തുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ.